അപ്പോൾ പരിപാടികളൊന്നും തീർന്നില്ല കേട്ടോ. ഒരു ഇതൊക്കെ സെറ്റാക്കി ഒരു സൈഡ് മാത്രം. അപ്പോൾ ഇന്ന് ഫുൾ ഷാളായിട്ടും എല്ലാം വിലയിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് ടോപ്പുകൾ മാത്രമേ വിലയിടാനുള്ളൂ. ബാക്കിയെല്ലാം വിലയിട്ട് ഓക്കെ ആക്കി. പിന്നെ ഓൾഡ് സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ചത് അവിടെ ഇരിപ്പുണ്ട്. അതും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം ഒരുവിധമൊക്കെ മടുത്തു കേട്ടോ. എല്ലാം അടുക്കി പെറുക്കി വലിക്കലും തുറക്കലും കയറ്റലും തന്നെയായിരുന്നു. അപ്പോഴത്തേനും പിള്ളേരൊക്കെ ക്ലാസ് കഴിഞ്ഞ് വന്നു. 4 മണി 4:15 ആയിട്ടാണ്. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് 4:30 ആയപ്പോൾ ഞാൻ ഫീം വന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ചിട്ട് അവർ ട്യൂഷൻ പോയി. പിന്നെ ഇതിനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിലെ കബോർഡ് നമ്മളിപ്പോൾ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് സ്റ്റെയറാണ് കേട്ടോ, മേളിലോട്ടുള്ള സ്റ്റെയറാണ്. അപ്പോൾ സ്റ്റെയറും മേൽവശമൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കബോർഡ് മാറ്റിയിട്ട് സ്റ്റെയറൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്തെങ്കിലും മാറ്റൊക്കെ വിരിച്ചൊന്ന് കവർ ചെയ്തിട്ട് ബാക്കി അവിടെ വേറെ ഷെൽഫും ആങ്കറൊക്കെ തൂക്കുക എന്നുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. പക്ഷെ മുഴുവനായില്ല ഒന്നും. അപ്പോഴത്തേനും 9 മണിയായിട്ടാണ്, രാത്രിയായി. അപ്പോൾ പിന്നെ ഞങ്ങൾ ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ ഡോറുള്ള ചെറിയ 2-3 കബോർഡും കൂടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഡോർ അയച്ച് ഞങ്ങൾ ഷെൽഫാക്കി മാറ്റിയിട്ടാണ്. പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ എടുത്ത് വെച്ച് ഞങ്ങൾ ക്ലോസാക്കി പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടാണ്. നേരമൊക്കെ പറഞ്ഞ് ഈ സമയമായില്ലായിരുന്നു ഒന്നിച്ച് പോകാമെന്ന്. അപ്പോൾ ഇക്കാക്ക് ബേക്കറിക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് സ്റ്റാഫിനെ ഏൽപ്പിച്ചു കേട്ടോ. അങ്ങനെ വണ്ടി അവൻ കൊണ്ടുപോയി. ഞങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ കടയിൽ നിന്ന് ഇറങ്ങിയത്. ഇതാണ് നമ്മുടെ ബേക്കറി കേട്ടോ. അപ്പോൾ ഇതെല്ലാം അകത്തോട്ട് കയറ്റിയിട്ട് അടയ്ക്കാറായി. അതുകൊണ്ടാണ് അതൊന്നും ക്ലിയറായിട്ട് അറിയാത്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി. പിന്നെ പോണ വഴിക്ക് തന്നെ ഒരു തട്ടുകടയിൽ കയറി ഞങ്ങൾ കഴിക്കാനുള്ള ഫുഡും മേടിച്ചു കേട്ടോ. ഇതാണ് ബൈപ്പാസിലെ രാമേട്ടൻ്റെ തട്ടുകട കേട്ടോ. അത് ഫേമസ് ആയ തട്ടുകടയാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാനൊക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ടാ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ.